മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരായ ആരോപണങ്ങൾക്കിടെ നിർണായക CPI എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരുകയാണ്. സർക്കാരിനെയും മുന്നണിയെയും പ്രതിക്കൂട്ടിലാക്കിയ ഭരണപക്ഷ MLA-യുടെ ആരോപണങ്ങളിൽ CPI-ക്കുള്ളിലും കടുത്ത അമർഷമുണ്ട്. അതേസമയം അൻവറിന്റെ പരാതി ചർച്ച ചെയ്യാനുള്ള CPM സെക്രട്ടേറിയറ്റ് നാളെ ചേരും. കൂടുതൽ വിവരങ്ങളുമായി AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. ഒരുപാട് CPI പ്രത്യക്ഷത്തിൽ തന്നെ ഈ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ എതിർപ്പുകൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇത്. ഇപ്പോഴീ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾക്കെതിരെ എന്തൊക്കെയായിരിക്കും എടുക്കുന്ന നിലപാട്, അല്ലെങ്കിൽ അതിന് അനുകൂലമായിരിക്കുമോ നിലപാട്? മോദി, പ്രധാനമായും CPI-യുടെ എക്സിക്യൂട്ടീവിൽ സംഘടനാപരമായ കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും CPI വലിയ തോതിലുള്ള ഒരു സംഘടനാപരമായ പ്രശ്നങ്ങൾ പല ജില്ലകളിലും അഭിമുഖീകരിക്കുന്നുണ്ട്. അതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ചും സേവ് പാലക്കാട് പോലെയുള്ള ക്യാമ്പയിനുകൾ പാലക്കാട് ജില്ലയിലെ CPI-യിലെ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് മറ്റ് ജില്ലകളിലും പല സംഘടനാപരമായ വിഷയങ്ങൾ നിലനിൽക്കുന്നു. അതാണ് പ്രധാനമായി ഇന്നും നാളെയും ആയി ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയാകാം. ഒപ്പം തന്നെ മുന്നണിയെയും സർക്കാരിനെയും എല്ലാം വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അൻവർ കൊളുത്തിവിട്ട ആ കൊടുങ്കാറ്റ്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഉറപ്പായും CPI-യുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇപ്പോൾ പല CPI-യുടെ നേതാക്കളൊക്കെ തന്നെ പരസ്യമായി പ്രതികരിക്കുമ്പോൾ ഒരു തണുപ്പൻ മട്ടാണ് ഇതിനോടൊക്കെ തന്നെ പ്രതികരിച്ചു കാണുന്നത്. പ്രത്യേകിച്ചും CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം അടക്കമുള്ള ആളുകൾ ഇത് പാർട്ടി യോഗത്തിൽ ചർച്ച ചെയ്യും, അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോഴും ഇനി എന്താണ് CPI-യുടെ ഒരു ഔദ്യോഗികമായ നിലപാട് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും അറിയേണ്ടത്. കാരണം നേരത്തെ മുകേഷിന്റെ അടക്കം വിഷയത്തിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CPI-യിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ആവശ്യം ഉന്നയിക്കുമ്പോഴും പിന്നീട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ CPI-യുടെ എക്സിക്യൂട്ടീവ് ഇക്കാര്യത്തിൽ മറിച്ചൊരു നിലപാടിലേക്കാണ് എത്തിയത്. CPM-നൊപ്പം ചേർന്ന ഒരു നിലപാടിലേക്കാണ് എത്തിയത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെയൊക്കെ ഒരു നിർദ്ദേശം അത്തരത്തിൽ രാജി വേണ്ട എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഏത് തരത്തിലുള്ള നിലപാട് CPI സ്വീകരിക്കുമെന്നുള്ളതാണ് നിർണായകം. പ്രത്യേകിച്ചും ഈ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പരാതി ഇപ്പോൾ CPM-ന് മുന്നിൽ എത്തി നിൽക്കുകയാണ്. ഇനി ഏതായാലും പാർട്ടി അക്കാര്യത്തിൽ വിശദമായി അന്വേഷിക്കും എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു നിർവാഹക സമിതി യോഗത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. കാരണം CPI ഔദ്യോഗികമായി ഈ വിഷയങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് അടിക്കടി ഇത്തരത്തിൽ CPM-മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുന്നണിക്കുള്ളിലും അല്ലെങ്കിൽ മുന്നണിക്ക് പുറത്തും പൊതുസമൂഹത്തിലുമൊക്കെ CPI-ക്കും ഇത്തരത്തിൽ മറുപടി പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് നിർണായകം. ശരി സ്റ്റെഫിൻ.